ഉന്നം വയ്ക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ ഉന്നം വയ്ക്കുന്നതാണ്. ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ, സംഘപരിവാരത്തെ, അതിനെതിരെ പ്രതിരോധം തീർക്കുന്ന ഈ മതനിരപേക്ഷ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ്. അതിശക്തമായ പ്രതിരോധം ഇത് സംബന്ധിച്ച് ഉയർന്നു വരും. ശ്രീ വി ഡി സതീശൻ വല്ലാതെ ചിരിക്കുന്നുണ്ടാകും, കോൺഗ്രസ് ചിരിക്കുന്നുണ്ടാകും. തുടർച്ചയായി കേരളത്തിൽ വരുമ്പോഴെല്ലാം രാഹുൽ ഗാന്ധിക്ക് അറിയേണ്ടിയിരുന്ന ഒരേ ഒരു കാര്യം ഇഡി എന്തുകൊണ്ട് പിണറായിയെ തേടി വരുന്നില്ല എന്നതായിരുന്നു. എന്തുകൊണ്ട് ഇഡി ഇത്രയും ദിവസം കാത്തിരുന്നു എന്നും ഇപ്പോൾ വ്യക്തമാണ്. ആരൊക്കെ തമ്മിലാണ് ഡീൽ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിരുന്നു എന്ന് കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് ഈ സന്ദർഭത്തിൽ. സംഘപരിവാർ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കോൺഗ്രസും സംഘപരിവാറും ഒരുമിച്ചു ചേർന്നോ ഈ ചെങ്കൊടിയെ ഒന്ന് തൊഴാൻ വന്നു നോക്ക്. അതാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത്. കാത്തിരുന്ന് കാണാം അതിൻ്റെ റിസൾട്ട്. ഒരു ഇഞ്ച് പിന്നോട്ട് പോകില്ല. കേരളത്തിലെ സംഘടിതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും യുവജന പ്രസ്ഥാനവുമെല്ലാം ഒരുമിച്ചു നിന്ന് ഈ കൊള്ളരുതായ്മയ്ക്കെതിരെ, സംഘപരിവാരത്തിൻ്റെ ഈ ത്തിനെതിരെ അതിശക്തമായി പ്രതിരോധിക്കും. ഒരു ഇഞ്ച് പിന്നോട്ട് പോകില്ല. ഈ ഡീലായിരുന്നുവെങ്കിൽ അത് തെരഞ്ഞെടുപ്പിന് മുൻപല്ലേ ഈ റെയ്ഡ് നടക്കേണ്ടിയിരുന്നത്? അല്ല, അത് അവർ തന്നെ പറയേണ്ടത്. പിന്നെ ഇതിനായിരുന്നു രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുമ്പോഴെല്ലാം ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ഒരു പാറ്റേൺ ഉണ്ടല്ലോ. കോൺഗ്രസ് ഇന്ത്യയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രപരമായ അതിൻ്റെ കടമ എന്താണ്? ചരിത്രപരമായ കടമ എന്ന് കോട്ട് ആൻഡ് കോട്ട്. എന്താ കടമ? നമ്മൾ നിൽക്കുന്ന ഈ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയി, മനീഷ് സിസോദിയ ജയിലിൽ പോയി. ബി ജെ പിക്കെതിരെ നിലപാടെടുത്ത് നിന്ന് അവസാനം വരെ നിലപാടെടുത്ത് നിന്ന ഒരു ആം ആദ്മി പാർട്ടിയെ ഈ ഡൽഹിയിൽ കുഴിച്ചുമൂടി. എവിടെ നിന്നായിരുന്നു തുടക്കം? രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്കാരുടെ തുടക്കം അല്ലേ? കോൺഗ്രസ് പ്രസിഡന്റ് കൊടുത്ത പരാതിയിലല്ലേ അന്വേഷണം ആരംഭിക്കുന്നത്? മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്ത ദിവസം ഓർമ്മയുണ്ട് എനിക്ക്. ഈ ഡൽഹിയിലെ വീഥികളിലെല്ലാം കോൺഗ്രസിൻ്റെ മനീഷ് സിസോദിയ ജയിലിൽ കിടക്കുന്ന, അഴിക്കുള്ളിൽ കിടക്കുന്ന നല്ല കളർ പോസ്റ്ററുകളായിരുന്നു കോൺഗ്രസ് ഇറക്കിയത്. ഓർമ്മയില്ലേ? ഈ ഡൽഹിയിൽ നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ പലതവണ പറഞ്ഞതെന്തായിരുന്നു? ബി ജെ പിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടികളെ, നിലപാടുള്ള രാഷ്ട്രീയ പാർട്ടികളെ, അതിൻ്റെ നേതാക്കളെ ഇഡിക്ക് വേട്ടയാടാൻ കൊടുക്കാനുള്ള കരാർപ്പണിയേറ്റ ചരിത്ര ദൗത്യമാണ്